ആദ്യം വെനസ്വലയിൽ സൈനിക നടപടി. അവിടുത്തെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് അമേരിക്കൻ അനുകൂല സർക്കാരിനെ പ്രതിഷ്ഠിച്ചു. അവിടുത്തെ എണ്ണ നിർലോഭം ലഭിക്കാനുള്ള വഴിയുണ്ടാക്കി. പിന്നെ ഗ്രീൻലൻഡിൽ കണ്ണുവെച്ച് യൂറോപ്യൻ രാജ്യങ്ങളെ അസ്വസ്ഥരാക്കി. ആദ്യം ഇറാൻ, പിന്നെയാകട്ടെ ഗ്രീൻലൻഡ് എന്ന് പറഞ്ഞ് നേരെ പശ്ചിമേഷ്യയിലേക്ക് വെച്ചുപിടിച്ചു. ഇറാനെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തോൽപ്പിച്ചിട്ട് വേണം ക്യൂബയ്ക്കിട്ട് പണി കൊടുക്കാൻ. പിന്നെ ഗ്രീൻലൻഡ്. അടുത്തത് കാനഡയെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 51ാം സംസ്ഥാനം അഥവാ ഫെഡറൽ യൂണിറ്റ് ആക്കണം. അങ്ങനെ മനോവിചാരങ്ങളിൽ വലിയൊരു പട്ടികയുമായി നീങ്ങുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കമഴ്ന്നു വീണാൽ കാൽപ്പണവും കൊണ്ടേ നിവരാവൂ എന്ന ശാഠ്യമുള്ള ട്രംപിന് കനലിൽ കമഴ്ന്നു വീണ അവസ്ഥ വന്നു ഇറാനുമായി യുദ്ധത്തിന് പോയതുകൊണ്ട്. ട്രംപിന്റെ എടുത്തുചാട്ടത്തെ വിവേകമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ എതിർത്തതാണ്. പക്ഷേ ആത്മപ്രശംസ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ട്രംപിന് ഏറാൻ മൂളികൾ പറയുന്നതേ കേൾക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നുള്ളൂ. വൈകി വന്ന വിവേകത്തിൽ ഇതേ ഏറാൻ മൂളികളായ ഉപദേശികളാണ് തന്നെ കുഴിയിൽ കൊണ്ടുപോയി ചാടിച്ചത് എന്ന് ട്രംപ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഉപദേശകർ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ്. ആര് പറയുന്നത് കേൾക്കണം എന്നതായി ഇപ്പോഴത്തെ വലിയ കൺഫ്യൂഷൻ. ഇറാനുമായുള്ള സൈനിക ഏറ്റുമുട്ടൽ 6ാം മാസത്തിലേക്ക് കടക്കവേ അടുത്ത നടപടികളെക്കുറിച്ച് അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിലെ മുതിർന്ന ഉപദേശകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാണ് എന്ന് NBC ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത അമർഷത്തിലാണ് എന്നും റിപ്പോർട്ട് പറയുന്നു. യുദ്ധം തുടങ്ങി അധികമാകും മുൻപ് തന്നെ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാകുമെന്നായിരുന്നു ട്രംപിന്റെ പ്രതീക്ഷ. എന്നാൽ യുദ്ധം നീണ്ടുപോകുന്നു. ഭാവി നടപടികളിൽ ഭരണകൂടത്തിനുള്ളിൽ വ്യക്തമായ തീരുമാനത്തിലെത്താൻ കഴിയാതെ വരികയും ചെയ്യുന്നു. ഇതോടെ പ്രസിഡന്റ് കടുത്ത നിരാശയിലായി എന്നാണ് ട്രംപിനോട് അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച നടന്ന ദേശീയ സുരക്ഷാ യോഗത്തിൽ ട്രംപ് ഉദ്യോഗസ്ഥർക്ക് നേരെ പൊട്ടിത്തെറിച്ചുവെന്നും രോഷാകുലനായി സംസാരിച്ചുവെന്നുമാണ് NBC റിപ്പോർട്ടിൽ പറയുന്നത്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഭരണകൂടത്തിനുള്ളിൽ യാതൊരു ഐക്യവുമില്ല. തന്ത്രപരമായ ചില വിജയങ്ങൾ നേടാനായി എങ്കിലും വ്യക്തമായ നയപരമായ മാർഗനിർദ്ദേശങ്ങളോ ഭാവി പദ്ധതികളോ ഇല്ല. അതിനാൽ നമ്മൾ തന്ത്രപരമായ വലിയൊരു പരാജയത്തെയാണ് നേരിടുന്നത് എന്ന് ഒരു ഉയർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞുവെന്നാണ് NBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാക്കാൻ ട്രംപ് ആഗ്രഹിച്ചിരുന്നില്ല. പരസ്യമായി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ട്രംപോ അദ്ദേഹത്തിന്റെ അടുത്ത ഉപദേഷ്ടാക്കളോ നിലവിലെ സാഹചര്യത്തിൽ തൃപ്തരല്ല എന്നും ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ട്രംപ് ഉദ്യോഗസ്ഥരോട് പൊട്ടിത്തെറിച്ചുവെന്ന വാർത്തകൾ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലിവിറ്റ് തള്ളി. വാർത്തകൾ അസത്യമാണ് എന്നും പ്രസിഡന്റിന് താൻ വിശ്വസിക്കുന്ന മികച്ചൊരു ടീമുണ്ട് എന്നുമാണ് അവർ വ്യക്തമാക്കിയത്. ഇറാനെതിരെ കടുത്ത നിലപാട് തുടരുമെന്ന് പറയുന്നുമുണ്ട് കരോളിൻ ലിവിറ്റ്. തങ്ങളുടെ സൈനികരെ കൊല്ലുകയും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്യുന്നതിനോട് അമേരിക്ക കണ്ണടക്കില്ല. ഇറാൻ നിലപാട് മാറ്റുന്നതുവരെ ട്രംപിന്റെ സമീപനത്തിലും മാറ്റമുണ്ടാകില്ല. രാജ്യം തിരിച്ചടിക്കാൻ സജ്ജമാണ്. പെന്റഗൺ വക്താവ് സീൻ പർണലും പെന്റഗണിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന വാർത്തകൾ തള്ളിയിട്ടുണ്ട്. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത്, സെൻകോം കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ, ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ഡാൻ കെയ്ൻ എന്നിവരെല്ലാം ഒറ്റക്കെട്ടാണ് എന്ന് അവകാശപ്പെടുന്നു. യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് ട്രംപിന്റെ ഉപദേശകർക്കിടയിൽ വ്യക്തമായ 2 ചേരികൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് NBC കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് അമേരിക്കയിൽ വലിയ ചർച്ചയായിട്ടുമുണ്ട്. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പിന്തുണയുണ്ട്. ഇറാന് മേൽ സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാനാണ് ഇവരുടെ ആവശ്യം. വൈസ് പ്രസിഡന്റ് JD വാൻസ്, ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ഡാൻ കെയ്ൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ചേരി അവധാനത പുലർത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്. വ്യക്തമായ ദീർഘകാല തന്ത്രങ്ങളില്ലാതെ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നത് US-ന്റെ ആയുധശേഖരം തീർന്നു പോകാൻ ഇടയാക്കുമെന്ന് ഡാൻ കെയ്ൻ മുന്നറിയിപ്പ് നൽകുന്നു. യുദ്ധം അവസാനിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായ പ്ലാനില്ലാതെ പോരാട്ടം നീട്ടിക്കൊണ്ടുപോകുന്നതിലെ ആശങ്കയും ഈ വിഭാഗം പങ്കുവെക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിൽ പോരാട്ടം ശക്തമാകുന്നതിനിടയിലാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ജോർദാനിലെ US താവളത്തിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സുമായി ബന്ധപ്പെട്ട നിരവധി കേന്ദ്രങ്ങളിൽ US സേന തിരിച്ചടി നൽകിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരുന്നു. സൈനിക കമാൻഡ് സെന്ററുകൾ, മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങൾ, തീരദേശ പ്രതിരോധ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെയായിരുന്നു ഈ ആക്രമണങ്ങൾ. യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് തുടങ്ങിയ ആദ്യഘട്ട യുദ്ധത്തിൽ ഇറാന്റെ സഖ്യകക്ഷികളായ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നതിന് പേരിൽ ഇസ്രായേൽ ലെബനനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചു. പക്ഷേ ലെബനൻ സർക്കാർ യുദ്ധത്തിൽ പക്ഷം പിടിച്ചില്ല. പോരാത്തതിന് യുദ്ധം നിർത്താനുള്ള വ്യവസ്ഥകളിൽ ഒന്നായി ലെബനൻ വിഷയത്തെ ഇറാൻ ഉന്നയിക്കുകയും ചെയ്തു.
ഇതിനെ ലെബനൻ വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ രണ്ടാം ഘട്ട യുദ്ധത്തിൽ യമനിലെ ഹൂതികൾ സൗദി അറേബ്യയെ ആക്രമിച്ചു. അതോടെ യമനും സൗദിയും യുദ്ധരംഗത്തേക്ക് എത്തി. റഷ്യയ്ക്ക് ഇറാൻ ഷഹീദ് ഡ്രോണുകൾ കൊടുക്കുന്നു എന്നാരോപിച്ച് ഇറാന്റെ കപ്പൽ ഉക്രൈൻ ആക്രമിച്ചു. അങ്ങനെ മറ്റൊരു യുദ്ധം ചെയ്യുന്ന ഉക്രൈനും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഭാഗമായി. കഴിഞ്ഞ ദിവസം ഈജിപ്തിലും ഡ്രോൺ വീണു. ഗൾഫ് രാജ്യങ്ങൾ ആദ്യമേ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്നവരാണ്. യുദ്ധം നേരിട്ട് അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടുമ്പോൾ സംഘർഷം പശ്ചിമേഷ്യ മുഴുവൻ വ്യാപിക്കുമോ എന്ന ആശങ്കയുണ്ട്. ഇതൊന്നും യുദ്ധം തുടങ്ങിയ സമയത്ത് ട്രംപോ ഉപദേശകരോ മുൻകൂട്ടി കണ്ടതുമല്ല, പ്രതീക്ഷിച്ചതുമല്ല. ആദ്യം ഹോർമൂസും ഇപ്പോൾ ബാബൽ മന്ദേബും ആയുധങ്ങളായതോടെ യുദ്ധത്തിന്റെ പ്രഭാവം ലോകത്തെ ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുകയാണ്. ഹോർമൂസിന്റെ പ്രാധാന്യം ഗൾഫ് രാജ്യങ്ങളുടെ തീരമാണെന്നതാണ്. എണ്ണയും വാതകവും കടലിടുക്ക് കടന്ന് പുറത്തെത്തണം, മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ. ബാബൽ മന്ദേബ് കടലിടുക്കാകട്ടെ ചെങ്കടലിലേക്കും അതുവഴി സൂയസ് കനാലിലേക്കും പോകാനുള്ള വഴിയാണ്. ചെങ്കടലിനെയും ഏദൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന നിർണായകമായ സമുദ്രമാർഗമാണ് ബാബൽ മന്ദേബ്. വടക്കോട്ട് സൂയസ് കനാലിലേക്കുള്ള പ്രവേശന കവാടമായി പ്രവർത്തിക്കുകയും യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ പ്രധാന നാഡിയാവുകയും ചെയ്യുന്നു. നിലവിൽ സൗദി അറേബ്യൻ കപ്പലുകളെ മാത്രമേ ബാബൽ മന്ദേബിന്റെ നിയന്ത്രണം അവകാശപ്പെടുന്ന ഹൂതികൾ ആക്രമിക്കുന്നുള്ളൂ. യുദ്ധം മറ്റ് പ്രദേശങ്ങളിലേക്കും കൂടി പടർന്നാൽ ഹോർമൂസ് പോലെ ബാബൽ മന്ദേബും പൂർണ്ണമായും അടയ്ക്കപ്പെട്ടേക്കാം. ഇതിനെല്ലാം ഉത്തരവാദി ആരെന്ന് ചോദിച്ചാൽ രാജ്യങ്ങൾ അമേരിക്കയെ വിരൽ ചൂണ്ടും. ഇറാനുമായി യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ അന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ പറയുന്നതിന് മാത്രമേ ട്രംപ് ചെവി കൊടുത്തുള്ളൂ. അതാണ് ഇന്ന് വിനയായിരിക്കുന്നത്. യുദ്ധം അവസാനിക്കണമെങ്കിൽ ചൈനയും റഷ്യയും ഇടപെടണം എന്ന ചിന്തയും ചില കോണുകളിൽ ഉയരുന്നുണ്ട്. യുദ്ധം വിചാരിച്ച ഫലം അമേരിക്കയ്ക്ക് നൽകുന്നില്ല. എന്നാൽ യുദ്ധത്തിൽ നിന്ന് തലയൂരുകയും ചെയ്യണം. രണ്ടാം ഘട്ട യുദ്ധത്തോടെ പ്രതിരോധം എന്ന നിലയിൽ നിന്ന് ആക്രമണം എന്ന നിലപാടിലേക്ക് മാറിയിരിക്കുകയാണ് ഇറാൻ. ഇനി യുദ്ധം തീരണമെങ്കിൽ അവർ സമ്മതിക്കണം. അതിന് അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ചൈനയ്ക്കും റഷ്യയ്ക്കുമേ കഴിയൂ. സമാധാന ശ്രമങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന പാകിസ്ഥാനെ ഇറാൻ സംശയത്തോടെയാണ് കാണുന്നത്. മറ്റൊരു ദൂതനായ ഖത്തറിനെ യുദ്ധസമയത്ത് ഇറാൻ പലതവണ ആക്രമിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ യുദ്ധത്തിൽ എന്ന പോലെ യുദ്ധതന്ത്രത്തിലും അമേരിക്കയ്ക്ക് നിയന്ത്രണം ഇല്ലാതാകുന്നു. ഒരു പക്ഷേ ട്രംപിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്നതും ഇതാകാം. 2024 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മറ്റ് വിദേശ യുദ്ധങ്ങളിലേക്ക് രാജ്യത്തെ വലിച്ചിഴക്കില്ല എന്ന് ട്രംപ് നിരന്തരം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന പേരിൽ വ്യോമാക്രമണം നടത്തി. 30,000 പൗണ്ട് ഭാരമുള്ള, അതായത് ഏകദേശം 13,000 കിലോഗ്രാം വരുന്ന ബങ്കർ ബസ്റ്റർ ബോംബാണ് അന്ന് ഉപയോഗിച്ചത്. ആ ഓപ്പറേഷൻ ഒരു ഹ്രസ്വകാല ദൗത്യം മാത്രമായിരിക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് അന്ന് പറഞ്ഞത്. എന്നാൽ അന്ന് തുടങ്ങിയ പോരാട്ടം ഒളിഞ്ഞും തെളിഞ്ഞും ഈ വർഷം ഫെബ്രുവരി വരെ നീണ്ടു. പിന്നെ ഉണ്ടായത് പൂർണ്ണ യുദ്ധമാണ്. ഇപ്പോൾ 6 മാസത്തോളമായി അത് തുടരുകയുമാണ്. ചർച്ചകൾക്കായി ഇറാൻ അക്ഷമരാണ് എന്നും അപേക്ഷിക്കുകയാണ് എന്നുമൊക്കെയാണ് ട്രംപ് ഇപ്പോഴും അവകാശപ്പെടുന്നത്. പക്ഷേ ഇറാൻ സൈനിക നീക്കങ്ങൾ തുടരുകയാണ്. ധാരണാപത്രം ഒപ്പിട്ടുവെങ്കിലും കരാറുകളിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നു. ഞങ്ങൾ അവരെ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് മുന്നറിയിപ്പ് നൽകിയതാണ് ഒടുവിലത്തെ പ്രസ്താവന. കഴിഞ്ഞ മാസം ഫ്രാൻസിലെ വേഴ്സായിൽ ട്രംപ് ഒപ്പുവെച്ച ധാരണാപത്രത്തിന് ഇപ്പോൾ പ്രസക്തിയില്ലാതായി. ഇതിന് കാരണം ഇറാനാണ് എന്ന് പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ്. ഇതിനിടയിൽ ഗാസയുടെ പുനർനിർമ്മാണത്തിനും യുദ്ധാനന്തര ഭരണത്തിനുമായി അമേരിക്ക പിന്തുണയ്ക്കുന്ന പദ്ധതി തടയരുതെന്ന് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. തടഞ്ഞാൽ ട്രംപിന് വളരെയധികം നിരാശയുണ്ടാകുമെന്നാണ് വൈറ്റ് ഹൗസ് നൽകുന്ന പരസ്യ മുന്നറിയിപ്പ്. ഇസ്രായേലിന്റെ സുരക്ഷാ ആവശ്യങ്ങൾ ഹമാസുമായി അമേരിക്ക ഒപ്പിട്ട പദ്ധതി നിറവേറ്റുന്നില്ല എന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. നയതന്ത്രപരമായ പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുമ്പോഴും ഗാസയിൽ ഇസ്രായേലിന്റെ സൈനിക നടപടികൾ തുടരുകയാണ്.